ഹലോ ഗൈസ്, കുറെ ആയാലും ഒരു ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആണേ. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഏട്ടൻ വരുമ്പോഴേ വലിയ ചെമ്മീൻ കൊണ്ടുവന്നേ. നോക്കി ഇതിന്റെ വലുപ്പം. ഇതിന് ടൈഗർ പ്രോൺസോ അങ്ങനെ എന്താണ്ടാണ് പേര് എന്നാണ് ചിന്നു പറയുന്നത്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സത്യം പറഞ്ഞത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വലിയ പിടുത്തൊന്നുമില്ല. ഒരു പരീക്ഷണാർത്ഥം ഞാൻ ചെയ്ത് നോക്കുകയാണ്. എന്റെ ക്ലീനിങ്ങിൽ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് ചിന്നു എന്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. 5-8 ചെമ്മീനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിത് ഒറ്റയ്ക്ക് ഇരുന്നാലും നേരം വെളുക്കുന്നു മനസ്സിലാക്കി ചിന്നു അവസാനം മീൻ വെട്ടുന്ന കത്രികയായിട്ട് വന്നു കേട്ടോ. ആളും കൂടെ ജോയിൻ ചെയ്തപ്പോൾ ഒന്നുകൂടെ അങ്ങ് സ്പീഡ് കൂടി. നമ്മളിത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ചിന്നുവിനോട് നിനക്ക് എന്ത് സ്പെഷ്യൽ ആണെന്ന് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അവൾ പറഞ്ഞത് ബ്രോസ്റ്റ് എന്നായിരുന്നു. സത്യം പറഞ്ഞ ചിക്കൻ കൂട്ടി മടുത്ത് ബ്രോസ്റ്റ് എന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും പറയാൻ. അപ്പോഴാണ് ഏട്ടൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. ചിക്കൻ വെച്ച് മാത്രമല്ലല്ലോ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുക, നമുക്ക് ചെമ്മീൻ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ എന്നെ ഇങ്ങനെ കിടന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തിരിഞ്ഞു പോലും നോക്കൂല, തിന്നാൻ നേരത്ത് വരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. കഴുകി വെച്ച ടൈഗർ പ്രോൺസിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അടുത്ത പണി ഇത് കോട്ട് ചെയ്യാനുള്ള ഒരു മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് മൈദയാണ് ഇട്ട് എടുക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഈ മിക്സ് റെഡിയാക്കിയത് ചിന്നുവാണ് കേട്ടോ. എന്താ ഒരു ആത്മാർത്ഥത. ഇനി മുട്ട വിട്ട് നോക്കൊരു കളിയില്ലല്ലോ. 2 മുട്ടയുടെ ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ. മുട്ട മാത്രമല്ല, നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസിന്റെ ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഓരോ പ്രോൺസ് എടുത്ത് ആദ്യം മൈദ മിക്സിൽ ഒന്ന് കുളിപ്പിച്ചെടുക്കാം. മൈദയിൽ അടവടലം പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ, അതിലൊന്ന് കുളിപ്പിച്ചെടുക്കണേ. അവസാനമായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ടൈഗർ പ്രോൺസ് മുടുക്കനായി. എന്റെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ചിന്നു പറയാറുണ്ട് വീട്ടിൽ വരുമ്പോൾ അവക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. എന്തു പറയാനാ, ഞാൻ വീട്ടിൽ വരുന്ന സമയത്തൊന്നും അവള് വീട്ടിലുണ്ടാവാറില്ല. എന്തായാലും ഈ പ്രോൺസ് ബ്രോസ്റ്റ് അവൾ ആദ്യമായിട്ട് കഴിക്കാൻ പോവുകയാണേ. ഇത് ഓരോന്നും കോട്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാട്ടോ. ഏട്ടനാണെങ്കിൽ എന്തോ കാര്യപ്പെട്ട വർക്കിലായിരുന്നു കേട്ടോ. ഒരു സെൽഫി എടുക്കാൻ ചെന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ ആട്ടി വിട്ടു. ഏട്ടനെ ഡിസ്റ്റർബ് ചെയ്തതുകൊണ്ടല്ല, എന്റെ ഫേസിലെ മേക്കപ്പ് ഏട്ടന്റെ ഫേസിലാവും പോലും. ഇതിനെന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് വിചാരിച്ച് സാഡ് അടിച്ച് നിൽക്കുമ്പോഴാണ് ഫേസസ് കാൻഡയുടെ ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഒക്കെ എന്റെ കണ്ണ് പെട്ടത്. ട്രൈ ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യം. ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാൻഡയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. 12 hours ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് നമ്മുടെ മേക്കപ്പ് ഫേസ് അനങ്ങൂല. അടുത്തതാണ് ഫേസസ് കാൻഡയുടെ തന്നെ ഫിക്സ് ആൻഡ് ഫിനിഷ് കിറ്റ് ഫൗണ്ടേഷൻ. ഇതിലാണെങ്കിൽ അലോവേരയും വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് ഹോൾ ഡേ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും സ്കിന്ന് നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൽ SPF 30 ഉണ്ട്. 24 hours നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല മാറ്റി ഫിനിഷ് ലുക്ക് ആണ് കേട്ടോ. ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫേസസ് കാൻഡയുടെ കംഫി മാറ്റ് വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എന്റെ മേക്കപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. അത് മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടെയാണ് കേട്ടോ. വേറെ എന്ത് വേണല്ലേ, വെറും 299 rupees മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്റെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കമ്മൽ കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഫേസിൽ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തത്. പൊട്ട്, എന്റെ ഡ്രസ്സിന് മാച്ചായ ഒരു ചുവന്ന പൊട്ട് കൂടെ തൊട്ട് കൊടുത്തേ. എന്നിട്ട് ഞാൻ നേരെ പോയി തന്നെ ആട്ടി വിട്ട ഏട്ടന്റെ അടുത്തേക്കാണ് കേട്ടോ. മേക്കപ്പ് ട്രാൻസ്ഫർ പ്രൂഫ് ആയതുകൊണ്ട് സ്മഡ്ജ് ആവുന്നുള്ള പേടിയേ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അടിപൊളി പ്രൊഡക്ട്സ് ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങളുടെ കത്തിയടി എന്തായാലും ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഒപ്പം പണി നടക്കുന്നുണ്ട്. ചെമ്മീൻ മൊത്തമായിട്ട് നമ്മൾ പൊതിഞ്ഞെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി കാര്യം സിമ്പിളാ, നല്ല തിളച്ചു മറിയുന്ന എണ്ണയിലിട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം, ഇത് ഉണ്ടാക്കാൻ വലിയ ചെമ്മീൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചെറിയ ചെമ്മീനിലും നമുക്ക് ചെയ്ത് നോക്കാം. എണ്ണയിലിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം വലിയ ചെമ്മീൻ ആയതുകൊണ്ട് കുക്കായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ലാണ്. അപ്പൊ ഫൈനലി നമ്മുടെ പ്രോൺസ് ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനാണ് കേട്ടോ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം സാധനം കിഡുവാണെന്ന് എനിക്ക് ആദ്യം അറിയുന്നതാണ്. കഴിക്കുന്ന വീഡിയോ എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ചിന്നു കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. ഞാനിത് മയോണൈസിലും മുക്കി കഴിച്ചു നോക്കുന്നുണ്ട്. കിട്ടില്ലെന്നാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.